ഒരിടത്തൊരു പാപ്പരായ കൃഷിക്കാരൻ താമസിച്ചിരുന്നു. അവൻ അവന്റെ മുതലാളിയുടെ ദയവിലായിരുന്നു. അവന്റെ മുതലാളി അവനെ പകലും രാത്രിയും പണിയെടുപ്പിക്കുമായിരുന്നു. അവന് പണവും കൊടുക്കില്ലായിരുന്നു. എന്ത്, നിനക്ക് പാടത്ത് പണിയെടുക്കാൻ കൂലി വേണോ? ഇത് ഇന്ന് കേട്ടതിൽ ഏറ്റവും വലിയ തമാശയാണ്. ആരും കൃഷിക്കാർക്ക് കൃഷി പോലുള്ള ജോലിക്ക് പണം നൽകാറില്ല. ഞാൻ നിന്റെ താമസത്തിനും ആഹാരത്തിനും പണം അടയ്ക്കാറുണ്ടല്ലോ. അതുപോരെ, നിനക്കറിയാമോ നിന്റെ ആഹാരത്തിന് എന്ത് ചെലവെന്ന്? നിനക്ക് ഒരു ദിവസം 3 തവണ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും ആവശ്യമുണ്ട്. ഞാൻ പാടത്ത് മേലനങ്ങിയാണ് പണിയെടുക്കുന്നത്. ഓ, അത് വെറും കൃഷി മാത്രമല്ലേ? അതിൽ എന്താ എത്ര പാട്? ശരി, എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്. എന്നോട് അടുത്ത മാസം വന്ന് പറയൂ ഇതേ തമാശ. ഞാൻ അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാം. ഫാർമർ എപ്പോഴും കൺട്രിമാന്റെ വീട്ടിൽ നിന്നും സങ്കടത്തോടെ പോയിരുന്നു. അവൻ ജോലി വിടുന്ന കാര്യം കുറെ പ്രാവശ്യം ആലോചിച്ചു. പക്ഷേ അവന് വേറെ ജോലി കിട്ടുമോ എന്ന് അവന് പേടിയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. പക്ഷെ കൃഷിക്കാരന് ഒരു പൈസയും കൊടുത്തില്ല. പക്ഷെ ഒരു ദിവസം, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. എനിക്കിവിടെ ഒരു സന്തോഷവുമില്ല. ഞാനിവിടെ ഇനി ജോലി ചെയ്യില്ല. സർ, ഞാനിവിടെ 3 വർഷമായി ജോലി എടുക്കുന്നു. എനിക്ക് എന്റെ ശമ്പളം കിട്ടണം. എന്റെ കഷ്ടപ്പാടിന്റെ ഓരോ പൈ വീതം നിങ്ങൾ തരാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. നീ പറഞ്ഞത് ശരിയാണ്. എന്നാ പിടിച്ചോ. 1, 2, 3. ഇതെന്താ, വെറും 3 രൂപയോ? മാത്രമോ? മാത്രമെന്ന് ഉദ്ദേശിച്ചത് ഇത് 3 രൂപയുണ്ട്. ലോകം കണ്ടത് നീ അവസാനമായിട്ട് എപ്പോഴാണ്? നിനക്കെന്തറിയാം? ഇതൊരു ഭാഗ്യമാണ്. ഓഹോ, അങ്ങനെയാണോ? എന്നാ ശരി, എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യില്ല. എന്ത്? എന്റെ ജോലിക്ക് പ്രതിഫലം തരാത്ത ആളിനു വേണ്ടി ഞാൻ ഇനി ജോലി ചെയ്യില്ല. എനിക്കറിയാം എന്റെ കഷ്ടപ്പാടിനും സത്യസന്ധതയ്ക്കും ഒരു ദിവസം ഫലമുണ്ടാകുമെന്ന്. ബൈ ബൈ. കൃഷിക്കാരൻ അങ്ങനെ പാടം വിട്ടുപോയി. അവൻ അറിയാമായിരുന്നു 3 രൂപ ഒന്നുമല്ല എന്ന്. പക്ഷെ എന്തെങ്കിലും ഉണ്ടെന്ന് അവൻ സമാധാനിച്ചു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ കൃഷിക്കാരൻ ഒരു ശബ്ദം കേട്ടു. അതൊരു മരത്തിന്റെ പിറകിൽ നിന്നും വന്ന ശബ്ദമായിരുന്നു. അവൻ അടുത്ത് ചെന്ന് വിളിച്ചു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ എന്തിനാ വന്നത്? എന്റെ കയ്യിൽ നിനക്ക് കട്ടെടുക്കാനൊന്നുമില്ല. കട്ടെടുക്കാനോ? ഞാൻ എന്തിനു നിങ്ങളെ കൊള്ളയടിക്കണം? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്താ പറ്റിയത്? ഒരു ദുഷ്ടനായ മനുഷ്യൻ എന്റെ സ്വർണത്തിന്റെ കുടം കട്ടെടുത്തു. എനിക്കത് മഴവില്ലിന്റെ താഴ്ന്ന് കിട്ടിയതാ. മഴവില്ലിന്റെ താഴെയോ? ഞാൻ കരുതിയത് അതൊരു കഥ മാത്രമാണെന്ന്. ഇല്ല, അതല്ല. എന്റെ കയ്യിൽ എന്റെ സ്വർണം ഉണ്ടായിരുന്നു. പക്ഷെ അത് പോയി. ഓ പ്ലീസ്, നിങ്ങൾ കരയരുത്. എന്നാൽ നിങ്ങളുടെ സ്വർണത്തിന് പകരമാവില്ലെന്നറിയാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇത് തരാം. ഇത് ഒത്തിരി ഒന്നുമില്ല, പക്ഷേ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഓ, പക്ഷെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ കാര്യം ഓർക്കേണ്ട, ഒരു കുഴപ്പവുമില്ല. എന്നെക്കാളും ഇപ്പോൾ നിങ്ങൾക്കാണ് ഈ പൈസയുടെ ആവശ്യം. എനിക്കറിയാം നീയാണ് ആളെന്ന്. എനിക്കറിയാമായിരുന്നു നീ ഒരിക്കലും എന്നെ ചതിക്കില്ലെന്ന്. ആരാണ് നിങ്ങൾ? ഞാൻ ഒരു കുള്ളൻ മാലാഖയാണ്. ഞങ്ങളെ എല്ലാ വർഷവും ഭൂമിയിലേക്ക് ഞങ്ങളുടെ മായാജാലത്തിന് അർഹനായ ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞുവിടും. ഞാൻ നിന്റെ നല്ല മനസ്സിൽ അലിഞ്ഞിരിക്കുന്നു കൂട്ടുകാരാ. പറയൂ നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ നിനക്ക് 3 ആഗ്രഹങ്ങൾ പറയാൻ അനുവദിക്കുന്നു. 1 രൂപയ്ക്ക് ഒരെണ്ണം. ആ, ഇത് സത്യമാണോ? നിങ്ങൾ സത്യം തന്നെയാണോ പറയുന്നത്? എന്നോട് നിന്റെ ആഗ്രഹം പറയൂ, എന്നിട്ട് കാണൂ. കൃഷിക്കാരൻ കുറച്ചു സമയം ആലോചിച്ചു. അവസാനം അവൻ എന്ത് വേണമെന്ന് മനസ്സിലായി. എനിക്ക് കിട്ടി. ആദ്യമായിട്ട് എനിക്ക് ഒരു അമ്പ് വേണം. ഞാൻ എന്തിനെ അമ്പ് ചെയ്താലും അതെനിക്ക് കിട്ടിയിരിക്കണം. രണ്ടാമത് ഒരു വയലിൻ. ഞാൻ വയലിൻ വായിക്കുമ്പോൾ എല്ലാവരും അതിൽ നൃത്തം ചെയ്യണം. പിന്നെ മൂന്നാമത് ഞാൻ എന്ത് ചോദിച്ചാലും അത് ആൾക്കാരെനിക്ക് തന്നിരിക്കണം. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായിരിക്കുന്നു. സൂക്ഷിച്ചുപയോഗിക്കണം. കൃഷിക്കാരന് വളരെയധികം സന്തോഷമായി. അവൻ പതുക്കെ എന്തെല്ലാം ചെയ്യാമെന്ന് ആലോചിച്ച് നടന്നു.
അപ്പോൾ തന്നെ അവൻ ഒരു മനുഷ്യൻ മരത്തിൽ കല്ലെറിയുന്നത് കണ്ടു. ഹലോ സർ, നിങ്ങൾ എന്തിനാണ് പാവം മരത്തെ കല്ലെറിയുന്നത്? എടാ മണ്ട, ഞാൻ മരത്തിലല്ല കല്ലെറിയുന്നത്, ആ പൂവിനെ പറിക്കാൻ നോക്കുകയാണ് ഞാൻ. അത് ഏറ്റവും സുന്ദരമായ പൂവാണ്. 4 വർഷത്തിൽ ഒരു പ്രാവശ്യമേ ആ പൂ പൂക്കുള്ളൂ. ദാ ആ മരത്തിന്റെ ഏറ്റവും മുകളിൽ ഈ ലോകത്ത് അങ്ങനെ ഒരേ ഒരു പൂവേ ഉള്ളൂ. അത് വളരെ വിലപ്പെട്ടതാണ്. ഒത്തിരി ആൾക്കാർ ആ പൂവിനെ പറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ആരെ കൊണ്ടും സാധിച്ചില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഞാൻ അമ്പും വില്ലും കാണുന്നു. നീ എന്താ വിചാരിക്കുന്നത്? നീ മാത്രമേ ഇത് ശ്രമിച്ചിട്ടുള്ളെന്നോ? ആരെ കൊണ്ടും അത് സാധിക്കില്ല. കൃഷിക്കാരൻ ഒരു അമ്പെടുത്തു, പൂവിന്റെ അറ്റത്തേക്ക് എയ്തു, ഏറ്റവും മുകളിലുള്ള പൂവിലേക്ക്. ഒരു തവണ പോലും ചിന്തിക്കാതെ അവൻ മരക്കൊമ്പിലേക്ക് എയ്തു. അമ്പ് പറന്ന് പറന്ന് സ്വയം മുകളിലേക്ക് പോകുന്നത് പോലെ, ഒരേ ഒരു കാറ്റ് പോലെ തോന്നി. ആ പൂ വളർന്നു വന്ന് കൃഷിക്കാരന്റെ കയ്യിൽ വീണു. ഇതൊരിക്കലും സാധ്യമല്ല. നിന്നെ കൊണ്ട് എങ്ങനെ അത് ചെയ്യാൻ സാധിച്ചു? അത് സത്യത്തിൽ ഒരു കുള്ളൻ. അതൊന്നും എനിക്ക് കേക്കണ്ട. ആ പൂ എന്റെ കയ്യിൽ താ. പക്ഷേ ഞാനല്ലേ ആ പൂ വീഴ്ത്തിയത്. ഞാൻ എന്തിനു നിങ്ങൾക്ക് തരണം? അത് ശരിയല്ല. ഞാനാണ് അത് ആദ്യം കണ്ടത്. നിന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നത് ഞാനാണ്. നിങ്ങൾ ശരിയാണ് പറഞ്ഞത്. ശരി, ഞാൻ നിങ്ങൾക്ക് ആ പൂവ് തരാം. പക്ഷേ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം തരണം. കാരണം ഞാനാണ് അതിനെ താഴെ വീഴ്ത്തിയത്. കൃഷിക്കാരൻ ഒരു സത്യസന്ധനായിരുന്നു. പക്ഷെ അവന്റെ മുന്നിൽ നിൽക്കുന്ന ആളൊരു മഹാപിശുക്കനായിരുന്നു. ആ നഗരത്തിലെ എല്ലാവർക്കും അറിയാമായിരുന്നു ആൾ കപടനായ ഒരു പിശുക്കനാണെന്ന്. അവൻ ബാക്കി എല്ലാവരോടും പണിയെടുപ്പിച്ച് പണം കൊടുക്കത്തില്ലായിരുന്നു. ആർക്കും അവനെ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ നല്ലവനായ കൃഷിക്കാരന് പിശുക്കന്റെ സ്വഭാവം അറിയാൻ പാടില്ലായിരുന്നു. നീ ശരിയാണ് പറഞ്ഞത് കൂട്ടുകാരാ. ഞാൻ നിനക്ക് ഈ സുന്ദരമായ പൂവിന് 500 സ്വർണ്ണ നാണയങ്ങൾ തരാം. നിനക്ക് സമ്മതമാണോ? ഓ, തീർച്ചയായും സാറേ. ഏയ് നിൽക്കൂ, എവിടെ പോവാ നിങ്ങൾ? നിങ്ങൾ എനിക്ക് 500 സ്വർണ്ണ നാണയങ്ങൾ തരാമെന്ന് പറഞ്ഞില്ലേ? നീ എന്ത് ചെയ്യാൻ പോവാ ചെക്ക? നീ വയലിൻ വായിക്കുമോ? പോടാ. അയാൾ ശരിയാണ്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ വയലിൻ വായിക്കാനല്ലാതെ? കുള്ളൻ മാലാഖ വരം കൊടുത്തതുപോലെ തന്നെ കൃഷിക്കാരന്റെ വയലിന്റെ ശബ്ദത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. അവൻ ചാടി, ആടി, കാറ്റിന്റെ കൂടെ പാടി. കൃഷിക്കാരൻ വയലിൽ വായിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ആ പിശുക്കൻ തെന്നി ചെടിക്കകത്തേക്ക് വീണു. പക്ഷേ അവൻ ഡാൻസ് ചെയ്യുന്നത് നിർത്തിയില്ല. ആ മുള്ളുള്ള ചെടി അനേകം മുള്ളുകൊണ്ട് അവന്റെ തുണിയെല്ലാം നിർത്തൂ, ദയവ് കാണിക്കൂ, പ്ലീസ് നിർത്തൂ. ഞാൻ നിങ്ങളുടെ പ്രതിഫലം തരാം. അവിടെ എന്റെ ഷർട്ടിലുണ്ട്. അവിടെ 2 ചുവന്ന കെട്ടുണ്ട്. എടുത്തോ, നിങ്ങൾ അത് എടുത്തോ. നീ വാക്ക് പറഞ്ഞത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. നിങ്ങൾക്ക് നേരെ തന്നെ എന്റെ പ്രതിഫലം തരാമായിരുന്നു. ഗുഡ് ബൈ സുഹൃത്തേ. പിശുക്കൻ അവന്റെ തുണിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ എങ്ങനെ? പെട്ടെന്ന് തന്നെ എല്ലായിടത്തും ഈ കഥ പടർന്നു. പിശുക്കൻ വെറുമൊരു പിശുക്കനായിരുന്നില്ല. അവൻ ഈ ലോകത്തുള്ള പിശുക്കരിൽ ഏറ്റവും വലിയ പിശുക്കനായിരുന്നു. ഞാൻ അവന് കാണിച്ചു കൊടുക്കും അവൻ ആരാണെന്നാണ് അവന്റെ വിചാരം. അടുത്ത ദിവസം പിശുക്കൻ ദേഷ്യത്തോടെ കോടതിയിലെത്തി. അപ്പോൾ വയലിനും അമ്പുമുള്ള ആള് നിങ്ങളുടെ കോൾഡ് കട്ടെടുത്തുന്നോ? കോൾഡ്? അതെ, യുവർ ഓണർ. കോൾഡ്. എങ്ങനെ ഒരാൾക്ക് കോൾഡ് കട്ടെടുക്കാൻ പറ്റും? അവൻ എന്റെ ഗോൾഡ് കട്ടെടുത്തു. സ്വർണം. ഗോൾഡ്. 500 സ്വർണ്ണ നാണയങ്ങൾ. ആ സ്വർണം. എനിക്കറിയാം ഈ പരാതിയിൽ എന്തോ തെറ്റുണ്ടെന്ന്. ഹാർവി, നീ ആകെ ചെയ്യേണ്ടത് ഒരു പരാതി എഴുതണം. അതിൽ എന്താണ് പ്രശ്നം? അപ്പോൾ ഒരു വയലിനുമായി വന്ന യുവാവ് നിങ്ങളുടെ 500 സ്വർണ്ണ നാണയം തട്ടിയെടുത്തു. വയലിനും അമ്പുമുള്ള ആളെ കൊണ്ടുവരൂ. വളരെ കഷ്ടപ്പാട് കൊണ്ട് വയലിനും അമ്പും ഒക്കെയുള്ള ആളെ കണ്ടുപിടിച്ച് ന്യായാധിപന്റെ മുന്നിൽ കൊണ്ടുവന്നു.
നീ ഈ നിൽക്കുന്ന ആളിന്റെ കയ്യിൽ നിന്നും 500 സ്വർണ്ണ നാണയം കട്ടെടുത്തെന്ന് പരാതിയുണ്ട്. നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ യുവർ ഓണർ, ഞാൻ ആരുടെ കയ്യിൽ നിന്നും കട്ടെടുത്തതല്ല. ഈ ആൾ എനിക്ക് തന്നതാണ്. അയാൾക്ക് പൂ പറിച്ചു കൊടുത്ത എന്റെ സമ്മാനം, മരത്തിന്റെ ഏറ്റവും മുകളിലെ കൊമ്പിൽ നിന്നും. ഇവൻ കള്ളം പറയുകയാണ്. ഞാൻ ഇവൻ ഒരു സമ്മാനവും കൊടുത്തിട്ടില്ല. പക്ഷേ യുവാവ്, അത് വിശ്വസനീയമല്ല. അതായത് 500 സ്വർണ്ണ നാണയം, അതും ഒരു വെറും പൂവിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ സത്യമാണ് പറയുന്നത് യുവർ ഓണർ. അല്ല, ഇവൻ അത് കട്ടെടുത്തതാണ്. എന്നെ ആ ചെടിക്കുള്ളിൽ തള്ളിയിട്ടു. ഇവൻ കള്ളമാണ് പറയുന്നത്. ഞാനല്ല കള്ളം പറയുന്നത്. അതെ, ഇവൻ തന്നെയാണ്. ശരി ശരി ശരി, മതിയാക്കൂ. കേൾക്കൂ, വയലിനുള്ളവനെ, ഈ കേസ് നിനക്കെതിരാണ്. ചെടിക്കുള്ളിലെ പിശു ഞാൻ ഉദ്ദേശിച്ചത് ഈ നല്ല മനസ്സായ ആളിന്റെ കേസ് സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ അമ്പും വയലിനും ഉള്ള ആളിന് 5 വർഷത്തെ തടവിന് ഉത്തരവിടുന്നു. നിങ്ങൾ ഇയാളുടെ 500 സ്വർണ്ണ നാണയം ആ പിശുക്കന്, അല്ലല്ലല്ല, ഇവിടെ നിൽക്കുന്ന ഈ നല്ലവനായ ചെറുപ്പക്കാരന്. എനിക്ക് മനസ്സിലായി യുവർ ഓണർ. നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുമോ? ഞാൻ എന്റെ ഈ വയലിൻ അവസാനമായി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇല്ല യുവർ ഓണർ, അതിന് സമ്മതിച്ചു കൊടുക്കരുത്. പ്ലീസ് പ്ലീസ്, വേണ്ട. ഓ, പക്ഷേ ഇതൊരു സാധാരണ ആഗ്രഹമല്ലേ? അല്ല, അതല്ല. ഒരു കോടതിക്കകത്ത് ഇവൻ വയലിൻ വായിക്കാൻ അവൻ എങ്ങനെ അനുവാദം ചോദിച്ചു? പിന്നെ ഇത് അവന്റെ അവസാനത്തെ ആഗ്രഹമല്ലല്ലോ. അവൻ തടവിൽ 5 വർഷത്തേക്ക് മാത്രമല്ലേ പോകുന്നത്, ജീവിതകാലം മൊത്തം അല്ലല്ലോ. എനിക്ക് മനസ്സിലാകും നിങ്ങൾ എന്താണ് പറയുന്നത്. ശരിയാണ്, പക്ഷേ എന്തോ ഒരു കാര്യത്തിനായി എനിക്ക് അരുതെന്ന് പറയാനാവില്ല. അവൻ ആഗ്രഹിക്കുന്നത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ്. കൃഷിക്കാരൻ ചിരിച്ചു. അവന് മനസ്സിലായി എന്തുകൊണ്ട് ജഡ്ജിന് വിലക്കാനായില്ല എന്ന്. ഞാൻ എന്താഗ്രഹിച്ചാലും എല്ലാവരും അതെനിക്ക് സാധിച്ചു തരണം. ഓ ഷോ, കാവൽക്കാരെല്ലാരും എവിടെയാണ്? പ്ലീസ് എന്നെ പേടിച്ചോളൂ, പ്ലീസ്. പക്ഷേ വളരെ വൈകി. കൃഷിക്കാരൻ അവന്റെ വയലിൻ വായിച്ചു തുടങ്ങിയതും കോടതിയിൽ എല്ലാവരും നൃത്തം ചെയ്യാൻ തുടങ്ങി. ആർക്കും നിർത്താനായില്ല. പിശുക്കനും കാവൽക്കാരും ജഡ്ജിയും എല്ലാവരും ഒരുമിച്ച് അവരോടൊപ്പം കൂടി. ഓ ഓ, എന്താണ് ഈ സംഭവിക്കുന്നത്? നമ്മൾ എല്ലാവരും ഡാൻസ് ചെയ്യുന്നു യുവർ ഓണർ. ഓ, മിണ്ടാതിരി ഹാർവി. കൃഷിക്കാരൻ പിശുക്കന്റെ മുന്നിൽ നിന്ന് എണീറ്റ് വയലിൻ വായിക്കുന്നത് നിർത്തി. എല്ലാവരോടും സത്യം പറ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ജീവിതകാലം മുഴുവനും നൃത്തം ചെയ്യിപ്പിക്കും. കാവൽക്കാരെ, ഇവൻ വീണ്ടും വയലിൻ വായിക്കുന്നതിന് മുമ്പ് അവനെ അറസ്റ്റ് ചെയ്യൂ. കൃഷിക്കാരന് കാവൽക്കാരെക്കാളും വേഗതയുണ്ടായിരുന്നു. നിർത്തൂ പ്ലീസ്. ഞാൻ സമ്മതിക്കുന്നു. നീ കട്ടിട്ടില്ല. ഞാൻ നിനക്ക് 500 സ്വർണ്ണ നാണയം തരാമെന്ന് പറഞ്ഞത് സത്യമാണ്. പൂവ് പറിക്കാനായി ഏറ്റവും മുകളിലെ കൊമ്പിൽ നിന്നും. നിർത്തൂ. ഇത് ശരിയാണോ? അതെ, ഇത് സത്യമാണ്. അതാ, കഥ തീരുമാനമായി. ഈ വയലിനുള്ള ആൾ തെറ്റുകാരനൊന്നുമല്ല. പിശുക്കൻ കള്ളം പറഞ്ഞു കോടതിയുടെ സമയം കളഞ്ഞു. നീ ഈ വയലിനും അമ്പുമുള്ള ആൾക്ക് 500 സ്വർണ്ണ നാണയം പിഴമായി കൊടുക്കണം. കൂടാതെ അവന്റെ എല്ലാ സ്വത്തും ഈ നഗരത്തിലെ ആൾക്കാർക്ക് കൊടുക്കണം. ഇത് നിന്നെ പാഠം പഠിപ്പിക്കും. പണത്തിന്റെ മുകളിൽ സത്യസന്ധയുടെ വില. അതുകൊണ്ട് ഈ കേസ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ കൃഷിക്കാരനെ വെറുതെ വിട്ടു. അവന് കിട്ടേണ്ട സ്വത്ത് കിട്ടി. പക്ഷേ അവൻ കഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അവൻ ഒരു ഭൂമി വാങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി. പിശുക്കൻ ആൾക്കാർക്ക് പണം കൊടുക്കാനുള്ളത് കൊണ്ട് ആർക്കും അതിശയം തോന്നിയില്ല. എല്ലാ സ്വത്തും കൊടുത്തു കഴിഞ്ഞ് ചെടിയിൽ വീണ പിശുക്കന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. പിന്നീടുള്ള കാലം അയാൾ ജോലിയെടുത്ത് ജീവിച്ചു. ശുഭം.